പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മയിൽ ഹൈവിഷൻ്റെ നാട്ടകം എന്ന പരിപാടിയുടെ മറ്റൊരധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നാട്ടകം പരിചയപ്പെടുത്തുന്നത് പാഴ്വസ്തുക്കളിൽ നിന്ന് കരവിരുതിൻ്റെ വിസ്മയം സൃഷ്ടിക്കുന്ന കൊളച്ചേരിയിലെ പാർവണ മിത്രൻ എന്ന വിദ്യാർത്ഥിനിയെയാണ്. കൊളച്ചേരിയിലെ പാർവണ എന്ന 8ാം ക്ലാസ് വിദ്യാർത്ഥിനി നിർമ്മിച്ച പാഴ്വസ്തുക്കൾ കൊണ്ട് നിർമ്മിച്ച വസ്തുക്കളാണ് ഈ കാണുന്നതെല്ലാം. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് പാർവണയോട് തന്നെ ചോദിച്ചറിയാം. ഇതാണ് പാർവണ. മോളിപ്പോൾ 8ാം ക്ലാസ്സിൽ നിന്ന് 9ലേക്ക് ഇനി പാസ്സായി അല്ലേ? ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? മയിൽ. 9ാം ക്ലാസ്സിലേക്ക് ഇപ്പം പാസ്സായില്ലേ? കുറച്ചുകൂടി ഉഷാർ വരട്ടെ സംസാരം. ഇത്രയും സാധനങ്ങൾ ഉണ്ടാക്കിയ ഒരാളാണ് ഇങ്ങനെ വളരെ പതിഞ്ഞ ശബ്ദത്തിൽ സംസാരിക്കുന്നതെന്ന് പറയുമ്പോൾ ആളുകൾക്ക് സംശയം തോന്നും. മോളിത് എത്ര സാധനങ്ങളുണ്ട് ഇതല്ലേ? അപ്പം ഇത്രയും വസ്തുക്കൾ മോൾ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയതാണ്? അതെയാ. ഇത് എന്ത് ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്? ഇതിനായിട്ട് സാധനങ്ങൾ വാങ്ങിക്കുന്നതാണോ അല്ല ഈ നമ്മൾ വലിച്ചെറിയുന്ന സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണോ? സാധനങ്ങൾ അല്ലേ? മോൾ ഇതെല്ലാം മോൾ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയതല്ലേ? അമ്മയെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. കുറച്ചുകൂടി വെച്ചതിൽ പറഞ്ഞു. ഈ സാധനങ്ങൾ ഉണ്ടാക്കിയ ഒരു കുട്ടിയാണ് ഇത് പറയുന്നത് എന്ന് തോന്നേണ്ട ആളുകൾക്ക് അല്ലേ? ധൈര്യത്തിൽ പറഞ്ഞു. ഇത് നമ്മൾ ഉപയോഗിക്കാതെ കളയുന്ന സാധനങ്ങളാണെന്ന് തോന്നല്ലേ കൂടുതൽ ഇത് ചെയ്തത്? ഇതിപ്പോൾ നമുക്കിത് നോക്കുക, ഇവര് പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കാമല്ലോ. ഇത് എന്തുകൊണ്ടുണ്ടാക്കിയതാണ്? ഇത് PVC പൈപ്പ്. ഇത് വാഷിംഗ് മെഷീനിലെല്ലാം ഉപയോഗിക്കുന്ന ഈ ഡിറ്റർജന്റിന്റെ എല്ലാം അങ്ങനത്തെ വാഷിംഗ് മെഷീനിൽ നമ്മൾ ഡിറ്റർജന്റ് ഉപയോഗിക്കുന്ന ആ ക്യാനാണ് ഈ സാധനം. ഇതാ അതിൻ്റെ ക്യാപ്പിടുന്ന ഭാഗം ഇതിനെ കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് ഒരു ഒറിജിനലിനെ വെല്ലുന്ന ഒരു സാധനമാണ്. ഇതുപോലെയുള്ള മറ്റൊന്നാണ് നമുക്കിപ്പോൾ ഇവിടെ കാണാൻ പറ്റും. പഴയ ഒരു പറ അല്ലേ? ഈ പറയുടെ ഒറിജിനൽ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. അത് നോക്കിയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് അല്ല ചിത്രം നോക്കിയിട്ട്? ഒറിജിനലും അങ്ങനെ ഓരോ ഇത് നോക്കിയിട്ടുണ്ടാവും. ഇതിപ്പോ എനിക്ക് തോന്നുന്നു പേപ്പറാന്ന് തോന്നുന്നല്ലേ? ന്യൂസ് പേപ്പർ അല്ലേ ഇത്? ന്യൂസ് പേപ്പർ കൊണ്ടാണ് ഈ പറ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് എത്ര ദിവസം എടുക്കുന്നുണ്ട് ഇതൊന്നും ചെയ്യാൻ? ക്ഷമയോടെ ഇരുന്നാല് രാവിലെ ചെയ്താൽ തന്നെ വേഗം നടക്കും. പഠിക്കുന്നതിന്റെ ഇടയിലാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുകയും ചെയ്യുന്നത് അല്ലേ? എങ്ങനെയാണ് ഇതിൽ ഇത്തരം സാധനങ്ങൾ ഉണ്ടാക്കാൻ എന്നുള്ള ഒരു ഇത് തോന്നിയത്? എങ്ങനെയാണ്? എപ്പം മുതൽ ഏത് ക്ലാസ് മുതൽ ചെയ്യുന്നുണ്ട് ഇത്? 1ാം ക്ലാസ് മുതൽ ചെയ്യലുണ്ട്. പിന്നെ ലോക്ക്ഡൌണിന്റെ സമയം പിന്നെ വീട്ടിൽ തന്നെ ആയതുകൊണ്ട് ഇങ്ങനെ ഓരോന്ന്. ആ സമയത്ത് ഉണ്ടാക്കിയ കുറെ സാധനങ്ങളുണ്ട് ഇതിലല്ലേ? ലോക്ക്ഡൌണിന്റെ സമയത്ത് ഉണ്ടാക്കിയത്. പിന്നെ ഈ ബോട്ടിൽ ആർട്ട് ഉണ്ട്, കുറെ ബോട്ടിൽ ആർട്ട് ഉണ്ട്. ഇതിപ്പോ നമ്മുടെ ക്യാമറയിൽ കാണാൻ പറ്റും. അതുപോലെ പേഴ്സ് വേണമെങ്കിൽ എടുത്ത് പോകാൻ പറ്റുന്ന ഒറിജിനൽ പേഴ്സ് മാതിരിയാണ്. ഇത് ന്യൂസ് പേപ്പർ കൊണ്ടാണ് ഈ പേഴ്സ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതൊക്കെ ചിത്രം നോക്കിയിട്ടുണ്ടാക്കുന്നതാണോ? അല്ല, ഇത് ഇങ്ങനെ മനസ്സിൽ തോന്നത്തിലാക്കും. പിന്നെ ഓരോരിക്കും യൂട്യൂബിൽ നോക്കും. ഇത് എവിടുന്നെങ്കിലും പരിശീലനം കിട്ടിയിട്ടുണ്ട്? ആരെങ്കിലും ഇത് പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ ഈ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി? എല്ലാം സ്വന്തം ഐഡിയ ആണ് അല്ലേ? ചിത്രം വരക്കുവാ? ചിത്രം വരക്കും. ചിത്രം വരച്ചതുണ്ടോ നമുക്ക് കാണിക്കാൻ പറ്റുന്നത്? ഇവിടെ ചിത്രം. ഇത് ഞാൻ വരച്ചതാണ്. രാത്രി തന്നെ വരക്കാറ്, അത്രക്ക് സമയമൊന്നും എടുക്കില്ല. പെൻസിൽ മാത്രം ഉപയോഗിച്ചിട്ട് വരക്കുന്നുണ്ട്, കളറെല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. ഇത് ആമാടപ്പെട്ടിയാണ്. ഈ ചെരുപ്പെല്ലാം കൊണ്ടുവരുന്ന ബോക്സിൽ കാർഡ്ബോർഡ് മുറിച്ചൊട്ടിച്ചിട്ട് ചെയ്തതാണ്. പിന്നെ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അതിനൊരു ഇതെല്ലാം കൊടുത്തിട്ട് ചെയ്തതാണ്. ഇത് എൻ്റെ പഴയ ജീൻസ് പാൻറ് വെച്ചിട്ടാക്കിയതാണ്. ജീൻസ് പാൻറ്റിൻ്റെ പോക്കറ്റ് മുറിച്ചിട്ട് വെച്ചിട്ട് അതിൻ്റെ വേസ്റ്റ് വെച്ചിട്ട് തന്നെ ഫ്ലവർ ആക്കിയിട്ട് ചെയ്തതാണ്. ഇത് സാറ്റൻ റിബൺ വെച്ചിട്ട് ചെയ്ത ഫ്ലവറാണ്. പിന്നെ PVC പൈപ്പും ബോൾ ഐസ്ക്രീമിൻ്റെ ക്യാപ്പും വെച്ചിട്ട് ചെയ്തതാണ്. ഇത് അടക്കേൻ്റെ തോട് വെച്ചിട്ട് അതിൻ്റെ ചെയ്തതാണ്. സാധാരണ ബോട്ടിലാണ്. അതിന് പിസ്താശെല്ല് വെച്ചിട്ട്
ഒരു ചെറിയ ഡിസൈനെല്ലാം കൊടുത്തിട്ട് എഴുതിയാന്ന്. പിന്നെ ഇത് ചർക്കയാണ്. ഇത് ഐസ്ക്രീമിൻ്റെ സ്റ്റിക്ക് വെച്ച് എഴുതിയാന്ന്. ഇതൊരു ആനയാണ്. ഇത് ചകിരി വെച്ചിട്ട് എഴുതിയാന്ന്. ഇതിന് കുറച്ച് സമയം എടുത്തിനേനു, എല്ലാം നൂല് വെച്ച് ചെയ്തിട്ട് കുറച്ച് സമയം എടുത്തിന്. ഇത് ന്യൂസ് പേപ്പർ റോൾ ചെയ്തിട്ട് തന്നെ ആക്കിയൊരു വിളക്കാണ്. ഇത് ചന്ദനത്തിരീൻ്റെ ബോക്സ് വെച്ചിട്ട് എഴുതിയാന്ന്. പിന്നെ ഐസ്ക്രീം സ്റ്റിക്കും ചെറുതായിട്ട് ഡിസൈൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഗ്ലൂ ഗണ്ണും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ ഇത്രയും സാധനങ്ങളാക്കുന്നുണ്ടല്ലോ, ഇത് സ്കൂളിൽ അധ്യാപകർക്ക് അറിയാം? ഇപ്പം പഠിക്കുന്നത് അധ്യാപകർക്ക് കുറച്ചേ അറിയുള്ളൂ. ബാക്കി മുന്നേ പഠിച്ച സ്കൂളിലല്ല അറിയാലോ. ഇത് പ്രദർശനത്തിന് മറ്റും അങ്ങനെ കൊണ്ടുപോയിട്ടുണ്ട്. എവിടെ? ഇപ്പം ബാലസംഘത്തിന്റെ ഇതുണ്ടായിരുന്നേ, ബാലസംഘത്തിന്റെ വാർഷികം. അപ്പൊ അന്ന് തിലകു പാർക്കുണ്ട് കരിയക്കുഴി, ആടെ വെച്ചിട്ടുണ്ട്. പിന്നെ സ്കൂളിലെല്ലാം വെക്കലുണ്ട്. ഇതെല്ലാം കൊണ്ടുപോയിട്ടല്ലേ? അപ്പൊ ആളുകളെല്ലാം എന്ത് പറയുന്നത്? അന്നേരാണ് എല്ലാരും അറിഞ്ഞേ, നാട്ടിലെ എല്ലാരും ഇങ്ങനെ ഞാൻ ആക്കലുണ്ട് അറിഞ്ഞത് അന്നേരം. പിന്നെ ഇത് വിൽപ്പനക്ക് ഉണ്ടോന്ന് ആളുകൾ അന്നേരം ചോദിച്ചിട്ടുണ്ടോ? ചോദിച്ചിട്ടുണ്ട്. അത് ആക്കി കൊടുക്കണം എന്നെല്ലാം വിചാരിച്ച്, പിന്നെ സമയം കിട്ടിയില്ല. ഇതുവരെ ഒന്നും കൊടുത്തില്ല അല്ലേ? ആളുകൾ താല്പര്യപ്പെട്ട് ചോദിക്കുന്നുണ്ടല്ലേ? ഓക്കെ. അപ്പൊ ഈ പല സ്ഥലത്തും പ്രദർശിപ്പിച്ചു എന്ന് പറഞ്ഞല്ലോ. ഇങ്ങനെ മോളിൽ ഇങ്ങനെ ഒരു കഴിവുണ്ട് എന്നതിന്റെ പേരിൽ എന്തെങ്കിലും പിന്നെ പുരസ്കാരങ്ങൾ, സമ്മാനങ്ങൾ അതൊക്കെ കിട്ടിയിട്ടുണ്ടോ? പ്രദർശനം വെച്ചതിന് സമ്മാനം തന്നിട്ടുണ്ടല്ലേ? അല്ല, ഇവിടെ കുറെ കവറുകൾ കാണുന്നുണ്ട്. ഇതൊക്കെ ടോപ്പ് സ്റ്റുഡന്റിന്റെ ഇതിന്റെ പേരിൽ അംഗീകാരങ്ങൾ കിട്ടിയതാ? അതായത് കുറെ ഇതിന്റെ ഒക്കെ ഉള്ളിൽ കുറെ സർട്ടിഫിക്കറ്റുകളാണ്. പെരുമാച്ചേരി IAP സ്കൂളിൽ ഒരു എൻഡോമെന്റിന്റെ, പിന്നെ കുറെ എൻഡോമെന്റിൻ്റെ അതുണ്ട്. പിന്നെയുള്ളത് വായനശാലകളുടെ ഇതുണ്ട് അല്ലേ? ഇതൊക്കെ ഇതിൻ്റെയൊക്കെ പേരിൽ ഇത് കിട്ടുന്നതാണ് അല്ലേ? അല്ല, അപ്പോൾ ഇതെല്ലാം ഉണ്ടാക്കുന്നത് ഈ പഠിക്കുന്നതിനിടയിലാണല്ലോ അല്ലേ? അപ്പോൾ സാധാരണ ഇങ്ങനെ ഇത്രയും സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ പഠിപ്പിനെ അത് ബാധിക്കും. പക്ഷെ മോളേതാ ഇതൊക്കെ കാണുന്നത് കുറേ എൻഡോമെന്റുകൾ കിട്ടിയതാണ്. പഠിപ്പിലും കുറേ അംഗീകാരങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇത് രണ്ടും എങ്ങനെയാണ് ഒന്നിച്ച് കൊണ്ടുപോകുന്നത്? സമയം കിട്ടുന്നുണ്ടോ?
സമയം കിട്ടുന്നുണ്ട്. കിട്ടുന്നുണ്ടല്ലേ? ഇതുകൊണ്ട് ഈ പഠിപ്പ് പിന്നോട്ടായി പോകുന്നില്ല? ഇല്ല. പഠിപ്പിന്റെ അതുകൊണ്ട് ഇതും പിന്നോട്ടായി പോകുന്നില്ല? ഇല്ല. രണ്ടും ഒന്നിച്ച് കൊണ്ടുപോകുന്നുണ്ടല്ലേ? ഇപ്പോഴും ഇത് ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ടോ? ഉണ്ട്. ഇപ്പം പകുതിയാക്കി വെച്ച ഒരു സാധനം കൂടി ഉണ്ട്. ഇത് ബോട്ടിലാണോ അല്ലെ? ബോട്ടിൽ ആർട്ട്. ഇതിപ്പോ ഇതിന്റെ പണിപ്പുരയിലാണ്. ഇതിപ്പോ മോളിത് ആക്കുമ്പോൾ എല്ലാ സാധനങ്ങളും ആക്കിയ ഉടനെ അത് അതേപോലെ ആകണമെന്നില്ലല്ലോ. ഇതിനിടയിൽ ഒരു എന്തെങ്കിലും സാധനങ്ങൾ ഒരു വസ്തു ചെയ്യുമ്പോൾ അതിനിടയിൽ അത് പാതി വഴിക്ക് അത് പോയിട്ടുണ്ടാവില്ലേ? ഇത് രണ്ടാമതും ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവില്ലേ? അങ്ങനെയുള്ള സമയത്ത് ഇത് ചെയ്യേണ്ടെന്ന് തോന്നുന്നുണ്ടായിരുന്നു ഇടക്ക്? ഇല്ല, വീണ്ടും അത് ശ്രമിക്കും അല്ലെ? ശ്രമിക്കും. അപ്പൊ ഇത് കണ്ടിട്ട് മോളെ കൂടെ പഠിക്കുന്ന കുട്ടികൾ ആർക്കെങ്കിലും ഇതേപോലെയുള്ള കഴിവുകൾ ഉണ്ടായിരുന്നു അവരെ പറഞ്ഞിട്ടോ കണ്ടിട്ടുണ്ടോ? അവരും ഞാൻ ഈ പേപ്പർ ക്രാഫ്റ്റിനൊക്കെ പങ്കെടുക്കലുണ്ട്. അപ്പോ സബ് ജില്ലയിൽ സെക്കൻഡും അങ്ങനെ എല്ലായിട്ട് കുറെ കൊല്ലം കിട്ടിയിട്ടുണ്ട്. അപ്പോ എന്റെ കൂടെ മത്സരിച്ച കുട്ടികൾ ഇപ്പൊ എന്റെ ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. അപ്പൊ ഈ അത് മോളെ കൂടെ മത്സരിച്ചവര് ഇപ്പൊ ക്ലാസ് പഠിക്കുന്നുണ്ടെന്നു. ഇതല്ലാതെ മറ്റു പലരും ഇതുപോലെയുള്ള കഴിവുകളൊക്കെ ഉണ്ടായിട്ട് ഇതുപോലെ ചെയ്യാനൊന്നും പറ്റാതിരിക്കുന്നവരുണ്ടാവല്ലോ. അങ്ങനെയുള്ളവരോട് മോക്കെന്താന്ന് പറയാനുള്ളത്? എല്ലാരും ശ്രമിച്ചാൽ കിട്ടും. ക്ഷമയോടെ ഇരുന്നാല് എല്ലാം കിട്ടും. അത് നമ്മളിപ്പം ചെയ്തിട്ട് പറ്റുന്നില്ല എന്ന് കണ്ടിട്ട് പകുതിക്ക് ഒഴിവാക്കാൻ പാടില്ല. അത് പിന്നെയും ചെയ്ത് നോക്കി നമുക്ക് എന്തായാലും അത് നല്ല വൃത്തിക്ക് തന്നെ ചെയ്യാൻ പറ്റും. അപ്പൊ ക്ഷമ വേണമെന്നാണ്, കാര്യമായിട്ട് ക്ഷമ വേണമെന്നാണ് പാർവണ പറയുന്നത്. ഇപ്പൊ ഇത് ഉണ്ടാക്കാൻ കുറച്ച് ചെലവുണ്ടല്ലോ. കുറെയെല്ലാം പാഴ്വസ്തുക്കളാണ്, നമ്മൾ വലിച്ചെറിയുന്നതാണ്. പക്ഷെ ഈ ബോട്ടിൽ ആർട്ടിനൊക്കെ പെയിന്റ് ചെയ്യണം, ഇതിനൊക്കെ പെയിന്റിനൊക്കെ പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇതെല്ലാം ആരാണ് സംഘടിപ്പിച്ചു തരുന്നത്, വാങ്ങാൻ സഹായിക്കുന്നത്? അമ്മയും മാമനും എന്നെല്ലാം വാങ്ങിച്ചു തരല്. പിന്നെ ഇവിടെ ഒരു ഹോട്ടലുണ്ട് ഇവിടെ അടുത്ത്. അപ്പോൾ സുബൈദ ഹോട്ടല്, ആടുന്ന് ഇങ്ങനെ വേസ്റ്റായ ഈ സോഡ കുപ്പീന്റെ മൂടിയെല്ലാം അവർ തരത്തുണ്ട്. പിന്നെ ഓരോ വീട്ടിലവരും വേസ്റ്റ് മെറ്റീരിയലിനെ സഹായിക്കും. ബന്ധുക്കൾ സഹായിക്കലുണ്ട്. പിന്നെ ടീച്ചേഴ്സും കുറെ എല്ലാവരും സഹായിക്കും അല്ലേ? നമുക്ക് അമ്മേനെ ഒന്ന് വിളിച്ചാലോ? വിളിച്ചോ അമ്മേ. അമ്മേൻ്റെ പേര്? ശോഭ. ശോഭ. ഈ മോളെ ഈ ആർട്ട് വർക്കിനെ പറ്റി എന്താ പറയുന്നത്? നല്ല പ്രോത്സാഹനം നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ നാട്ടുകാരും എല്ലാവരും. അമ്മ എങ്ങനെ എന്തെങ്കിലും ചെയ്യാറുണ്ടോ? അത്യാവശ്യം ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഇതാണ് ഇങ്ങോട്ട് മോൾക്ക് കിട്ടിയതല്ലേ? എന്തെങ്കിലും ചെയ്യും. അങ്ങനെ എന്തെങ്കിലും തെറ്റുമ്പോ പറഞ്ഞു കൊടുക്കും. അത് മാമനോടായാലും ചോദിക്കും. മാമനും ഇത് ഇല്ല അങ്ങനെ ചെയ്യുന്നില്ല. കണ്ട എന്തെങ്കിലും ആയിട്ടാകുമ്പോ അത് കാണിച്ചു കൊടുക്കും. മാമ അത് എന്തെങ്കിലും പോരായ്മ ഉണ്ടോന്ന്. അപ്പൊ അത് പറഞ്ഞു കൊടുക്കും. പിന്നെ അനിയത്തിമാരും എല്ലാരും രണ്ട് മാമനുണ്ട്. ഇവിടെ എന്ത് വേണമെന്ന് പറഞ്ഞാലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് വേണമെന്ന് പറഞ്ഞാലും സംഘടിപ്പിച്ചില്ല, ചോദിക്കൂല. ചോദിക്കൂല. ഇപ്പൊ ആ കുപ്പീന്റെ മൂടി ആയാലും ഞാൻ പോയി പൊറുക്കി കൊണ്ട് കൊടുക്കും. എല്ലാ എല്ലാം ഓള് പറയുന്നത് പൊറുക്കിയിട്ട് ആക്കിയിട്ട് ഞാൻ കൊണ്ടു കൊടുക്കും. അപ്പൊ ഇപ്പോ ഈ സ്വാഭാവികമായിട്ടും 8ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി 1ാം ക്ലാസ് പഠിക്കുമ്പോഴേ ഇത് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ കുട്ടികൾ ഇത് ചെയ്യുമ്പോൾ പല രക്ഷിതാക്കളും പറയുന്നത് ഈ പഠിക്കുന്ന സമയത്ത് ഇതിനെല്ലാം പോയി പഠിക്കുന്ന പറയാം. നിങ്ങൾ അങ്ങനെയാണോ പറയാറ്? അല്ല, അങ്ങനെ അല്ല എന്നുള്ളതിന്റെ തെളിവാണല്ലോ ഈ കാണുന്ന സാധനങ്ങളല്ലേ. അധികം പ്രോത്സാഹിപ്പിക്കും ഏത് കാര്യത്തിലും. പഠിപ്പിലായാലും പാട്ടിലായാലും എല്ലാവരും. പാട്ടുണ്ടോ? പാട്ട് പഠിക്കുന്നുണ്ടോ? അതെ, കുറച്ച് നിർത്തിയിട്ടുള്ളത്. പിന്നെ ഡാൻസ് പഠിക്കയില്ല, പരിപാടികളും കളിക്കലുണ്ട്. അപ്പൊ എല്ലാത്തിലും ഏതിനും പ്രോത്സാഹനം കൊടുക്കും. കവിത എഴുതും. അതിനെല്ലാം എഴുത്തുണ്ടോ? കഥ എഴുതുന്നുണ്ടോ? കവിത എഴുതലുണ്ടോ? ഏതെങ്കിലും കവിത എഴുതിയതിന്റെ 2 വരി ഓർമ്മയുണ്ടോ? ഞാനൊരു നാടൻ പാട്ടിന്റെ 2 വരി പാടാം. തന്നാരം പാടുന്ന പാട്ടില് ആടിക്കളിക്കണോരമ്മ, തന്നാരം പാടുന്ന താളത്തിൽ ആടിയുലയണോരമ്മ, തന്നാരം പാടുന്ന പാട്ടില് ആടിക്കളിക്കണോരമ്മ, തന്നാരം പാടുന്ന താളത്തിൽ ആടിയുലയണോരമ്മ, വയനാടൻ മഞ്ഞളിലാറാടിയേ മഞ്ഞപ്പട്ട് വിരിച്ചാടി, വയനാടൻ മഞ്ഞളിലാറാടിയേ മഞ്ഞപ്പട്ട് വിരിച്ചാടിയേ, ആലില്ല വയറിൽ നല്ല അരമണിക്കിലുക്കം, ആടും താളത്തിൽ നല്ല പൊഞ്ചിലമ്പാട്ടം. നല്ല ഭംഗിയായിട്ട് പാടിയിട്ടുണ്ടല്ലോ. അപ്പൊ നേരത്തെ മാമന്റെ പേരെന്താ? അജിത്ത് അല്ലേ? അജിത്ത്. മോളെ നോക്കിപ്പോ
പഠനത്തിൻ്റെതല്ലാതെ ഈ ഒരു അഭിരുചി ഉണ്ടല്ലോ, ഇതിൽ എന്താണെന്നാണ്, എന്ത് ചെയ്യണമെന്നാണ് ഇനി ഭാവിയിൽ? അങ്ങനെയൊന്നുമില്ല. ഇത് എൻ്റെ അമ്മേൻ്റെ മാമനാണ്, നാരായണൻ എന്ന പേര്. എൻ്റെ ക്രാഫ്റ്റ് ചെയ്യേണ്ട എല്ലാ സാധനങ്ങളുടെയും ഇങ്ങനെ വാങ്ങിത്തരാനെല്ലാം മാമൻ ചെയ്തു തരാനെല്ലാം വാങ്ങിച്ചു തരാറുണ്ട്. മോളെ ഈ കരവിരുതിനെ പറ്റി എന്താ പറയുന്നത്? കുഴപ്പമൊന്നുമില്ല, നല്ല സപ്പോർട്ടാണ്. ഈ നമ്മുടെ വീട്ടുകാരായാലും പിന്നെ ഇവിടെയുള്ള പ്രാദേശിക ക്ലബ്ബുകളും പ്രാദേശിക സംഘങ്ങളൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ നല്ല സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ മറ്റുള്ള സ്ഥലത്തല്ല, നമ്മൾ ചില ചെറിയ ചെറിയ എക്സിബിഷൻ നടക്കുന്ന സ്ഥലത്തെല്ലാം നമ്മൾ കൂട്ടിപ്പോകാൻ കഴിയാറ്, കൊണ്ടുപോകുന്നുണ്ട്. നിങ്ങൾ ഫുൾ സപ്പോർട്ടാണ്? ഫുൾ സപ്പോർട്ടാണ്. പഠിപ്പിലും മോശമില്ല? പഠിപ്പിലും മോശമല്ല, പാട്ട് പാടും. അതെ, ഒരു പാടി നാടൻ പാട്ടൊക്കെ പാടും. പാട്ടിൻ്റെ ക്ലാസ്സിന് പോക്കുണ്ട്, എന്നാലും ഇപ്പം പോയി തുടങ്ങിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ മോളെ, നമ്മൾ ഈ പരിപാടിയിലൂടെ ഇതിപ്പം കുറേ പ്രദർശനത്തിനൊക്കെ വെച്ചല്ലോ, അതിനപ്പുറമുള്ള കുറേ ആളുകൾ ഇതിപ്പോൾ ലോകത്ത് എവിടെ നിന്നും കാണാം. ഈ യൂട്യൂബിൽ വരുമ്പോൾ, ഈ ചാനൽ മയിൽ ഹൈ വിഷനിൽ വരുമ്പോൾ ലോകത്ത് എവിടെ നിന്നും ആളുകൾക്ക് കാണാമല്ലോ. അപ്പോൾ അതൊക്കെ ആളുകൾ ഇതൊക്കെ കാണട്ടെ, ഇത് കണ്ടിട്ട് കുറേ ആളുകൾ ഇനിയും പല പ്രദർശനങ്ങളിലും മോളെ വിളിക്കട്ടെ, നമുക്ക് കുറേ സപ്പോർട്ട് കിട്ടട്ടെ. ഓക്കെ, നമസ്കാരം. നാടകത്തിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ സമാപിക്കുകയാണ്. നാട്ടുനന്മയുടെ പുതിയ വർത്തമാനങ്ങളുമായി വീണ്ടും കാണാം.